ഭൈരവഗീതം. രചന അക്ഷരമൗന. ഭാഗം 4. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അവൾ ആ വീട്ടിലെ എല്ലാ ജോലികളും ഒരു യന്ത്രത്തെപ്പോലെ ചെയ്തുപോന്നു. കോവിലകത്തെ അടുക്കളയിൽ എപ്പോഴും വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന്റെ മണമായിരിക്കും. നെയ്യും തേനും ചേർത്തുണ്ടാക്കുന്ന അടപ്രഥമനും, നാടൻ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത ഉപ്പേരിയും, മസാലകൾ ചേർത്ത് വേവിച്ചത കറികളും. ആ മണം ശ്വസിക്കുമ്പോൾ തന്നെ ആരുടെയും വയറു നിറയും. പക്ഷേ ഈ രുചിക്കൂട്ടുകൾക്കെല്ലാം പിന്നിൽ വിയർപ്പൊഴുക്കുന്ന ഭൈരവിഗീതികയ്ക്ക് ആഹാരമെന്നത് വെറുമൊരു സ്വപ്നം മാത്രമായിരുന്നു. തമ്പ്രാക്കന്മാരും അവരുടെ കുട്ടികളും വയറു നിറയെ കഴിച്ച് ആർപ്പു വിളിക്കുമ്പോൾ അവൾ അടുക്കളയിലെ കരിപുരണ്ട മൂലയിൽ പാത്രം കഴുകുന്ന തിരക്കിലായിരിക്കും. എല്ലാവരും കഴിഞ്ഞു ബാക്കി വരുന്ന എച്ചിൽ വറ്റുകളും കരിപിടിച്ച ചട്ടിയുടെ അരികിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചോറും വാരിക്കൂട്ടി ഒരു പഴയ കല്ലുപാത്രത്തിലിട്ടാണ് അവൾക്ക് നൽകുക. ചിലപ്പോൾ അത് പുളിച്ചുപോയിട്ടുണ്ടാകും. എങ്കിലും വിശപ്പുകൊണ്ട് വിറയ്ക്കുന്ന അവൾക്ക് അത് അമൃതിനേക്കാൾ വലുതായിരുന്നു. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. രാവിലെ മുതൽ നിലയ്ക്കാത്ത പണികൾ കാരണം ഗീതികയ്ക്ക് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോലും നേരം കിട്ടിയില്ല. ഉച്ചയായപ്പോഴേക്കും വിശപ്പുകൊണ്ട് അവളുടെ കുടൽ കരിയുകയായിരുന്നു. കാഴ്ചകൾ മങ്ങുന്നു, കൈകാലുകൾ വിറയ്ക്കുന്നു. അടുക്കളയിലെ തട്ടിൽ പഴുത്തുതുടുത്ത 2 നേന്ത്രപ്പഴമിരിക്കുന്നത് അവൾ കണ്ടു. ഒരു നിമിഷം അവൾ തന്റെ വിശപ്പിന് കീഴടങ്ങിപ്പോയി. ആരും കാണില്ലെന്ന ഉറപ്പിൽ അവൾ അതിലൊന്നെടുത്ത് വേഗം തൊലി പൊളിച്ചു വായിലേക്കിട്ടു. എടി കള്ളി, എന്ത് വീട്ടിലെ സാധനങ്ങൾ കട്ടുതിന്നോടി നീ? പിന്നിൽ നിന്നുള്ള അലർച്ച കേട്ട് ഗീതിക ഞെട്ടിപ്പോയി. തറവാട്ടമ്മ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ കണ്ണുകളിൽ നിന്ന് തീപ്പൊരി ചിതറുന്നു. പാതി ചവച്ച പഴം അവളുടെ തൊണ്ടയിൽ കുരുങ്ങി. ഒരക്ഷരം മിണ്ടാൻ കഴിയും മുൻപേ തറവാട്ടമ്മ അവളുടെ മുടിയിൽ ആഞ്ഞുപിടിച്ചു. ആ തളർന്ന ശരീരത്തെ അവർ അടുക്കളയിൽ നിന്നും മുറ്റത്തേക്ക് വലിച്ചിഴച്ചുകൊണ്ടുപോയി. എന്റെ കൺമുന്നിൽ നിന്നും മോഷ്ടിക്കുന്നോടി അസത്തെ! മുറ്റത്ത് കിടന്ന ആ വലിയ ഈർക്കിൽ ചൂലെടുത്ത് അവർ അവളുടെ പുറത്ത് ആഞ്ഞു തള്ളി. ഓരോ അടിയും അവളുടെ മെലിഞ്ഞ ദേഹത്ത് ചാട്ടവാറടിയേറ്റതുപോലെ പാടുകൾ വീഴ്ത്തി. അവളുടെ ചർമ്മം കീറി മുറിഞ്ഞു, രക്തം പൊടിഞ്ഞു. അയ്യോ, അടിക്കല്ലേ തമ്പ്രാട്ടി, മരിച്ചുപോകും, വിശന്നിട്ട, സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാ. അവൾ മണ്ണിൽ കിടന്നു പിടഞ്ഞു നിലവിളിച്ചു. ചുറ്റും കോവിലകത്തുള്ളവർ കൂടി നിന്നു. ആരും അവളെ തടയാൻ വന്നില്ല. അരുൺ ദൂരെ നിന്ന് ഒരു വഷളൻ ചിരിയോടെ ആ കാഴ്ച ആസ്വദിച്ചുകൊണ്ടിരുന്നു. നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ പോയി ആ തൊഴുത്തിലെ പശുക്കളുടെ പുല്ല് തിന്നടി. അതിനുള്ള യോഗ്യതയെ നിനക്കുള്ളൂ. എന്റെ ആഹാരത്തിൽ തൊട്ടുപോകരുത്. ഇനി മേലാൽ എന്റെ അടുക്കളയിൽ നീ ഒന്നും തൊട്ടുപോകരുത്. തറവാട്ടമ്മ കിതപ്പോടെ അലറി. അടിയേറ്റു തളർന്ന ഗീതികയ്ക്ക് അന്ന് രാത്രി ഭക്ഷണം നൽകിയില്ല. മുറിയിലെ ആ പഴയ പായയിൽ കമിഴ്ന്നു കിടക്കുമ്പോൾ അവളുടെ പുറത്തെ മുറിവുകൾ നീറിപ്പുകയുകയായിരുന്നു. കണ്ണുനീർ തുള്ളികൾ പായയിൽ വീണു കുതിർന്നു. മുത്തശ്ശിയുണ്ടായിരുന്നെങ്കിൽ തന്നെ ചേർത്തുപിടിച്ച് ആ മുറിവുകളിൽ മരുന്നു പുരട്ടുമായിരുന്നു എന്ന് അവൾ ഓർത്തു. മുത്തശ്ശി, എന്നെയും കൂടി അന്ന് കൊണ്ടുപോകാമായിരുന്നില്ലേ? എന്തിനാ എന്നെ ഈ നരകത്തിൽ തനിച്ചാക്കിയത്? തന്റെ വയറിലെ വിശപ്പിനേക്കാൾ വലിയൊരു വേദന അവളുടെ ഉള്ളിൽ നീറുകയായിരുന്നു. ആത്മാഭിമാനം നഷ്ടപ്പെട്ട് വിശപ്പടക്കാൻ പോലും അനുവാദമില്ലാത്ത ഈ ജന്മം എന്തിനുവേണ്ടി? ആ രാത്രിയുടെ നിശബ്ദതയിൽ, നിലാവെളിച്ചത്തിൽ അവൾ ആകാശത്തേക്ക് നോക്കിയിരുന്നു. കോവിലകത്തെ വലിയ തറവാട് അന്ന് അസാധാരണമാം വിധം നിശബ്ദമായിരുന്നു. ദൂരെയുള്ള ഏതോ ബന്ധുവിന്റെ വിവാഹത്തിനായി വീട്ടിലെ എല്ലാവരും പോയിരിക്കുന്നു. തറവാട്ടമ്മയും കുട്ടികളുമൊക്കെ നേരത്തെ തന്നെ വണ്ടി കയറി. ഗീതികയെ മാത്രം ആ വലിയ വീട്ടിൽ കാവലിനായിരുത്തി. എന്നാൽ താൻ ഒറ്റയ്ക്കല്ലെന്ന സത്യം അവൾ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. വേണുമാമൻ പറഞ്ഞ വാക്കുകൾ അവളുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. നഗരത്തിലെ ഏതോ ഇരുളറിഞ്ഞ വേശ്യാലയത്തിലേക്ക് തന്നെ വിൽക്കാൻ അരുൺ പദ്ധതിയിടുന്നു. ആ ചിന്ത വന്നപ്പോൾ തന്നെ അവളുടെ ഉള്ളുപൊള്ളി. അന്ന് വൈകുന്നേരം അടുക്കളയിലെ പണികൾ കഴിഞ്ഞ് ഹാളിലൂടെ നടക്കുമ്പോഴാണ് മുറ്റത്തൊരു വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടത്. വിവാഹത്തിന് പോയവർ ഇത്ര വേഗം തിരിച്ചെത്തിയോ എന്ന് അവൾ അത്ഭുതപ്പെട്ടു. പക്ഷേ അകത്തേക്ക് കയറി വന്നത് അരുൺ മാത്രമായിരുന്നു. അവന്റെ കണ്ണുകൾ ചുവന്നിരുന്നു. നടത്തത്തിൽ ചെറിയൊരു ആട്ടം. മദ്യത്തിന്റെ രൂക്ഷഗന്ധം അവന് ചുറ്റും പടർന്നു. എല്ലാവരും പോയി ഗീതികേ, ഇനി നമ്മൾ മാത്രം. അവന്റെ വഷളൻ ചിരി കണ്ടപ്പോൾ തന്നെ ഗീതികയുടെ ഉള്ളിൽ അപായമണി മുഴങ്ങി.
അവൾ വേഗത്തിൽ തന്റെ മുറിയിലേക്ക് ഓടാൻ ശ്രമിച്ചു. പക്ഷേ പടികൾ കയറുന്നതിനു മുൻപേ അവൻ അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു പിന്നിലേക്ക് വലിച്ചു. "എങ്ങോട്ടാടി ഓടുന്നത്? ഇന്ന് നിന്നെ രക്ഷിക്കാൻ ആരുമില്ല." അവൻ അവളുടെ മെലിഞ്ഞ കൈകൾ കൂട്ടിപ്പിടിച്ച് ഭിത്തിയോട് ചേർത്തമർത്തി. അവന്റെ അശുദ്ധമായ ശ്വാസം അവളുടെ കഴുത്തിൽ തട്ടിയപ്പോൾ അവൾക്ക് ശ്വാസം മുട്ടുന്നതുപോലെ തോന്നി. "വിടൂ, എന്നെ വിടൂ! ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കരുത്!" അവൾ കരഞ്ഞു വിളിച്ചു കുതറാൻ നോക്കി. പക്ഷേ അവന്റെ കരുത്തിനു മുന്നിൽ അവൾ ഒന്നുമല്ലായിരുന്നു. അവൻ അവളുടെ മുഖത്തേക്ക് മുഖമടുപ്പിച്ചു. അവന്റെ കൈക അവളുടെ വസ്ത്രത്തിനു നേരെ നീണ്ടു. "കരയേണ്ടടി, നിന്നെ നാളെ ഞാൻ നഗരത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ നിനക്ക് ഇതിലും വലിയ തമ്പുരാക്കന്മാരെ കിട്ടും. അതിനു മുൻപ് നീ എനിക്കുള്ളതാണ്." അവന്റെ വാക്കുകളിലെ ക്രൂരത കേട്ട് ഗീതികയുടെ ഉള്ളിലെ ഭയം പെട്ടെന്നൊരു വന്യമായ ധൈര്യത്തിന് വഴിമാറി. തന്റെ മാനം കാക്കാൻ താൻ തന്നെ പോരാടണം. അവൻ അവളെ ബലമായി ചുംബിക്കാൻ അടുത്ത നിമിഷം തപ്പിത്തടഞ്ഞ അവളുടെ കൈകൾ അരികിലിരുന്ന ടീപ്പോയിലെ ഭാരമേറിയ ഫ്ലവർ വേസിലുടക്കി. ഒന്നും ചിന്തിച്ചില്ല. തന്റെ സകല കരുത്തും സംഭരിച്ച് അവളത് ഉയർത്തി അരുണിന്റെ തലയ്ക്ക് നേരെ ആഞ്ഞു തല്ലി. ഠിം! ആ വലിയ പൂപ്പാത്രം അവന്റെ തലയിൽ തട്ടിച്ചിതറി. ചോര പൊടിഞ്ഞതും അരുൺ ആർത്തനാദത്തോടെ തലയിൽ കൈവച്ച് തറയിലേക്കിരുന്നു. ഒരു നിമിഷം അവൻ ബോധരഹിതനായി താഴെ വീണു. നിലവിളിക്കാൻ പോലും മറന്ന് ഗീതിക അവിടെ നിന്ന് ജീവനും കൊണ്ട് പുറത്തേക്കോടി. മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് അവൾ ഔട്ട് ഹൗസിലേക്ക് പാഞ്ഞു. അവിടെ വേണുമാമൻ തന്റെ ചെറിയ മുറിയിൽ റാന്തൽ വിളക്കിന് മുന്നിലിരിക്കുകയായിരുന്നു. "വേണുമാമാ, വേണുമാമാ, എന്നെ രക്ഷിക്കൂ! അവൻ എന്നെ..." കിതപ്പ് കാരണം അവൾക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ചിതറിയ മുടിയും കീറിയ വസ്ത്രങ്ങളുമായി നിൽക്കുന്ന ഗീതികയെ കണ്ടപ്പോൾ തന്നെ കാര്യസ്ഥനായ ആ വൃദ്ധന് എല്ലാം മനസ്സിലായി. "മോളെ, നിനക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. അവൻ ഉണർന്നാൽ നിന്നെ കൊന്നുകളയും." അദ്ദേഹം പരിഭ്രമത്തോടെ തന്റെ പെട്ടിയിൽ നിന്ന് കുറച്ച് നോട്ടുകളെടുത്ത് അവളുടെ കയ്യിൽ വെച്ചുകൊടുത്തു. "ഇത് പിടിക്ക്. നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടിക്കോ. അവിടെ നിന്ന് വടക്കോട്ടുള്ള വണ്ടി കയറണം. മലമുകളിലെ ആ പഴയ പള്ളിയുണ്ട്. അവിടുത്തെ ആളുകൾ നിനക്ക് അഭയം തരും. ആരും കാണാതെ വേഗം പൊയ്ക്കോ മോളെ." വേണുമാമന്റെ കാൽക്കൽ വീണ് അനുഗ്രഹം വാങ്ങി. പേമാരിയുടെ നടുവിലേക്ക് അവൾ എടുത്തുചാടി. താൻ വളർന്ന, തന്നെ തളച്ചിട്ട ആ നരകതുല്യമായ കോവിലകത്തെ പടിയിറങ്ങുമ്പോൾ അവളുടെ കണ്ണുകളിൽ കണ്ണുനീരല്ല, മറിച്ച് അതിജീവനത്തിന്റെ ഒരു കനൽ ജ്വലിക്കുന്നുണ്ടായിരുന്നു.